അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ്, ഞാൻ അങ്ങനെ ഒന്ന് തിരുത്താണ്. കാരണം ഈ വാജ്പേയിയുടെ മരണം സംഭവിക്കുന്നത് 2018 ഓഗസ്റ്റ് 16-നാണ്. ഫ്യൂണറൽ നടക്കുന്നത് 17-നാണ്. എങ്ങനെയാണോ മൻമോഹൻ സിംഗിൻ്റെ കാര്യത്തിൽ മരണം സംഭവിച്ചത്, സംസ്കാര ചടങ്ങുകൾ നടത്തിയത്, അതേ സമയം അതേ കാലതാമസം മാത്രമാണ് വാജ്പേയിയുടെ കാര്യത്തിലും എടുത്തത്. അപ്പോൾ ട്രസ്റ്റ് രൂപീകരിക്കാനാണ് സമയമെടുത്തത് എന്ന് പറഞ്ഞാൽ അത് വാജ്പേയിയുടെ കാര്യത്തിലില്ലെങ്കിൽ ഇവിടെയും അത് ബാധകമാകേണ്ടതല്ല. അല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അതായത് 2013 മൻമോഹൻ സിംഗ് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഓർഡിനൻസാണ് നേതാക്കന്മാർക്ക് ഒരു സ്ഥലം അലോട്ട് ചെയ്തത്, ഒരു സ്മാരകത്തിന് വേണ്ടി അലോട്ട് ചെയ്യുന്നത് ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ളൊരു തീരുമാനം UPA സർക്കാരാണ് എടുക്കുന്നത്. അത് ഓർഡിനൻസ് ആണോ തീരുമാനമാണോ? തീർച്ചയായിട്ടും അതിൽ തർക്കമില്ല. അതായത് ഒന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, അതായത് കേന്ദ്ര സർക്കാർ ഈ മല്ലികാർജുൻ ഖാർഗെയുടെ കത്ത് കിട്ടിയ ഉടനെ തന്നെ ഖാർഗെയ്ക്കും അതേപോലെ തന്നെ മൻമോഹൻ സിംഗിൻ്റെ കുടുംബാംഗങ്ങളെയും ഉചിതമായ സ്ഥലം കണ്ടെത്തും, അതിനനുസരിച്ചിട്ട് ട്രസ്റ്റ് രൂപീകരിക്കുകയും ട്രസ്റ്റ് രൂപീകരിച്ച ശേഷം ഒരു സ്മാരകം അവിടെ പണി ചെയ്യും എന്ന് ഉറപ്പ് കൊടുത്തു എന്നും സ്ഥലം കണ്ടെത്താനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരേ സ്ഥലത്തായിരുന്നില്ലേ? അടൽ ബിഹാരി വാജ്പേയി ഇതേപോലെ നിഗംബോധ് ഘട്ടിൽ പൊതുശ്മശാനത്തിൽ കൊണ്ടുപോയോ? ഇല്ലല്ലോ സാർ. കൊണ്ടുപോയത് ഇതേ രാഷ്ട്രീയ സ്മൃതിസ്ഥലിലല്ലേ? അതേപോലെ ഡോക്ടർ മൻമോഹൻ സിംഗിനും അവിടെ അന്ത്യകുടീരം ഒരുക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ, സംസ്കാര ചടങ്ങ് നടത്താവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് കഴിയുമായിരുന്നു. അത് നമ്മൾ തുറന്ന് സമ്മതിക്കണം. ശ്രീ കൃഷ്ണദാസ്, അല്ല, നിഗംബോധ് ഘട്ടിനെ ആരും കുറച്ച് കാണണ്ട. അത് അവിടെ ഡൽഹിയിൽ ഒരു പൊതുശ്മശാനം എന്ന രീതിയിൽ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ സാധിക്കുമെന്ന രീതിയിലുള്ളൊരു സ്ഥലമാണ് നിഗംബോധ് ഘട്ട്. അത് എന്തെങ്കിലും ഒരു കുറച്ചലായിട്ട് ഞങ്ങളാരും കാണുന്നില്ല. ഏറ്റവും സാധാരണക്കാരായ ആളുകൾ മുതൽ ഏറ്റവും ഉയർന്ന ആളുകളുടെ ശവസംസ്കാരം നടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് മറ്റൊരു സ്ഥലം കണ്ടെത്തിയില്ല എന്നതിനെ സംബന്ധിച്ച്, അല്ല, കഴിഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് എന്തുകൊണ്ട് നിങ്ങൾ നിഗംബോധ് ഘട്ടിൽ ഒരുക്കിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെനിക്ക് ഉത്തരമില്ല. അതായത് എന്തുകൊണ്ടാണ് വാജ്പേയിയുടെ ശരീരം പ്രഖ്യാപിച്ചിരിക്കെ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് വിയറ്റ്നാമിൽ പുതുവത്സരം ആഘോഷിക്കാൻ പോയിരിക്കുകയാണ്. അത് ശരിയായിരുന്നു എന്നാണ് ചോദ്യം. അരുണെ, അദ്ദേഹം എവിടെ പോയെന്നോ അദ്ദേഹം എവിടെയാണെന്നോ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായിട്ട് ഇപ്പോൾ ശ്രീ കൃഷ്ണദാസ് മറുപടി പറഞ്ഞു, എനിക്ക് ഉത്തരമില്ല. എന്തുകൊണ്ട് വാജ്പേയിയുടെ കാര്യത്തിൽ അന്ന് ആരും വാജ്പേയിയുടെ കുടുംബത്തോടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയോടോ പറഞ്ഞില്ലല്ലോ? എനിക്ക് അവസരം തരുമല്ലോ. ഇത്രയേ ഉള്ളൂ. അന്ന് ശ്രീ വാജ്പേയി അന്തരിച്ചപ്പോൾ ആരും അദ്ദേഹത്തിന്റെ കുടുംബത്തോടോ പാർട്ടിയോടോ പറഞ്ഞില്ലല്ലോ, നിങ്ങൾ തൽക്കാലം നിഗംബോധ് ഘട്ടില് ഈ മൃതശരീരത്തിന്റെ അന്ത്യകർമ്മങ്ങൾ നടത്തൂ, എന്നിട്ട് നമുക്കൊരു സൗകര്യം തരാം, ഒരു അവസരം തരാമെന്ന് ആരും പറഞ്ഞില്ലല്ലോ. അന്ന് കൃത്യമായിട്ട് ഈ രാഷ്ട്രീയ സ്മൃതി സ്ഥലിൽ തന്നെ നടത്തിയല്ലോ. അതെന്തുകൊണ്ടാണ്? ഒരു ദിവസം കൊണ്ട് ട്രസ്റ്റ് ഉണ്ടാക്കുമോ? ഇതൊക്കെ ആരോടാ പറയുന്നത്? നിങ്ങൾക്ക് നിഗംബോധ് ഘട്ട് വലിയ പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞതെങ്കിലേ ഇന്ത്യയിലെ പല ഈ മൻമോഹൻ സിംഗിനെ സ്നേഹിക്കുന്ന പല ആളുകൾക്കും അദ്ദേഹത്തോട് കാണിച്ച ഒരു അപമാനം, അദ്ദേഹത്തെ അവഹേളിച്ചതിന് തുല്യമായിട്ടാ നിങ്ങളുടെ ഒരു രാഷ്ട്രീയ തന്ത്രമുണ്ട്. ശ്രീ കൃഷ്ണദാസ്, അരുൺ, ഇവരുടെ തന്ത്രം എന്താണെന്ന് അറിയാമോ? ഇവരവിടെ ബോധപൂർവം ചെയ്യുന്ന ഒരു കാര്യമാണിത്. ഇവർക്ക് സ്വന്തമായിട്ട് ഈ പാർട്ടിക്ക് ഗവൺമെന്റിന് ഒരു രഹസ്യം അവകാശപ്പെടാനില്ല. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് അരുൺ സർദാർ വല്ലഭായ് പട്ടേലിനെയൊക്കെ റാഞ്ചി എടുത്തതുപോലെ ഇപ്പോൾ മൻമോഹൻ സിംഗിനെയും നാളെ റാഞ്ചണം. നാളെ ഇവർ സ്ഥലം കൊടുത്തു, ഞങ്ങളാണ് സ്ഥലം കൊടുത്തത്, എന്നിട്ടൊരു ഭാരതരത്നം അദ്ദേഹത്തിന് കൺഫർ ചെയ്യും. ഇതെല്ലാം ഞങ്ങളാണ് ചെയ്തത്, ഞങ്ങളാണ് മൻമോഹൻ സിംഗിനെ ആദരിച്ചത്. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, ഒറ്റ വാചകം മതി. നിങ്ങൾ പ്രണബ് കുമാർ മുഖർജിയെ പറ്റി പറഞ്ഞല്ലോ. അന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി കൂടി അനുശോചനം രേഖപ്പെടുത്തിയില്ല. അന്നത്തെ ദിവസം ഏതാണെന്ന് അരുണിന് ഓർമ്മയുണ്ടോ? കോവിഡിന്റെ അതിന്റെ ഏറ്റവും മൂർധന്യത്തിൽ നിൽക്കുന്ന സമയമാണ്. 20 പേര് പോലും ഒന്നിച്ച് ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ. 20 പേര് പോലും ആ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തില്ല. അന്ന്
രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പോയി സോണിയാഗാന്ധി KPCC പ്രസിഡന്റ് AICC പ്രസിഡന്റ് എന്ന നിലയിൽ അനുശോചന കത്തയച്ചു. അതിനെപ്പറ്റി ശർമിഷ്ഠ മുഖർജി തന്നെ പറഞ്ഞിരിക്കുന്നത് ഹൃദയത്തെ തൊടുന്ന ഒരു കത്തായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോ ഇവരെയൊക്കെ എഴുന്നള്ളിച്ചുകൊണ്ട് വന്നിട്ട് കോൺഗ്രസിനെ ആക്ഷേപിക്കാനുള്ള ഒരു തന്ത്രം, ഒരു ഹീനതന്ത്രം എന്നല്ലാതെ ന്യായീകരണവും. Debate with Dr. Arun Kumar.